എല്ലാവർക്കും ഫ്യൂച്ചർ ബീറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിലോട് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയാണ്. പിന്നെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജ് ആണ്. നമ്മളിപ്പോൾ HTML കവർ ചെയ്ത്, CSS കവർ ചെയ്ത്, നമ്മൾ പ്രോജക്ട്സ് ചെയ്ത്, അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ HTML CSS നിങ്ങൾക്കൊരു തറവായിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിനി അതിൽ പ്രോജക്റ്റ് ചെയ്യണം. നിങ്ങൾ ഓരോ വെബ്സൈറ്റ് നിങ്ങൾ ഡിസൈൻസ് നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വെബ്സൈറ്റ് ഡിസൈൻസ് ഉണ്ടാക്കി നിങ്ങൾ എക്സ്പീരിയൻസ് ആക്കണം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലാൻഡിംഗ് പേജ് ഉണ്ടാക്കണം. പിന്നെ നിങ്ങൾ കോൺസെപ്റ്റ് വരുന്ന എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് അറിയാത്ത നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ HTML CSS ലെവലിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ്. ഇനി മുമ്പോട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് അറിഞ്ഞേ പറ്റുള്ളൂ. ജാവാസ്ക്രിപ്റ്റിലാണ് നമ്മൾ വെബ്സൈറ്റിൻ്റെ അത് നല്ല രീതിയിലുള്ള നല്ല കസ്റ്റമൈസ് ആയിട്ടുള്ള നല്ല വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വേണം. ഡാറ്റാബേസ് കറക്റ്റ് ആക്കുക, ജാവാസ്ക്രിപ്റ്റ് വേണം. വെബ്സൈറ്റ് നല്ല ഡൈനാമിക്കലി ഡാറ്റ വരലും എടുക്കലും കാര്യമൊക്കെ സെറ്റ് ആക്കണമെങ്കിലും നമുക്ക് ജാവാസ്ക്രിപ്റ്റ് അറിഞ്ഞേ പറ്റും. ഇപ്പോൾ ഫ്രെയിം വർക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം ജാവാസ്ക്രിപ്റ്റ് ആണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വെബ് ടെക്നോളജിയുടെ ലാംഗ്വേജ്. പൈത്തോണൊക്കെ വന്നെങ്കിലും ഓക്കെ, പൈത്തോണും ഒരു ഇത് രീതിയിൽ ഇപ്പോൾ വെബ്സൈറ്റിലോട്ട് വരുന്നുണ്ട്. എന്നാലും വെബ്സൈറ്റിൽ ഇപ്പോൾ പറഞ്ഞാൽ കൂടുതൽ ഫ്രെയിം വർക്കും ജാവാസ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. Vue.js ആയാലും, റിയാക്റ്റ് ആയാലും, Next.js ആയാലും, നോഡ് ആയാലും, 3JS ആയാലും, ഏത് ടെക്നോളജി ആയാലും ജാവാസ്ക്രിപ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ജാവാസ്ക്രിപ്റ്റ് അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വെബ് സംബന്ധിച്ച് എല്ലാ ടെക്നോളജിയും പഠിക്കാം. വേറെ ഒരു യൂട്യൂബ് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ജാവാസ്ക്രിപ്റ്റിൽ അതേ കോൺസെപ്റ്റ്സ്, അതിൽ വേരിയബിൾ, ലൂപ്പ്, ഇഫ്, അങ്ങനെ കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. ആ കോൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രെയിം വർക്കും കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യണം. അപ്പോൾ ആ കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ തന്നെ അത് പഠിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ബിഗിനർ ടു അഡ്വാൻസ് ജാവാസ്ക്രിപ്റ്റിൻ്റെ A to Z കംപ്ലീറ്റ് ചെയ്യും. ജാവാസ്ക്രിപ്റ്റ് പ്രോജക്റ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ പഠിച്ച കോൺസെപ്റ്റ്, കുറേ കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ കോൺസെപ്റ്റ് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാം പറഞ്ഞുതരും. അതുപോലെ തന്നെ നിങ്ങളിത് പഠിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട്, നമ്മളോട് ഇരുന്ന് വർക്ക് ചെയ്ത് നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മളോട് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾ 999 രൂപയാണ് 3 മാസത്തേക്ക്. അതുപോലെ തന്നെ നിങ്ങൾ HTML-ഉം CSS-ഉം നിങ്ങളിപ്പം പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പം ജാവാസ്ക്രിപ്റ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെ ഡെയിലി നിങ്ങൾ ഒരു വീഡിയോ വെച്ചാൽ കാണാവും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് തുടങ്ങുന്നുണ്ട്, നിങ്ങൾ ഫസ്റ്റ് തന്നെ 2-3 വീഡിയോ കാണരുത്. ഫസ്റ്റ് ഡേ തന്നെ 2-3 വീഡിയോ നിങ്ങൾ ഇപ്പോൾ ടൈമുണ്ട്, രാവിലെ നിങ്ങൾ നോക്കണം. രാവിലെ നിങ്ങളിപ്പോൾ ഒരു ടൈമിൽ രാവിലെ കണ്ട് ഇത്തിരി കഴിഞ്ഞ് കുറേ മണിക്കൂർ സമയം റെസ്റ്റ് എടുത്ത് വീണ്ടും കണ്ട്, അങ്ങനെയല്ല. നിങ്ങൾ ഒരു ദിവസം ഒരു വീഡിയോ കാണാവും. ആ വീഡിയോ ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ആവണം. ഒരു ദിവസം ഒരേ ഒരു വീഡിയോ നിങ്ങൾ കാണാം. ഇനി നിങ്ങൾക്ക് എത്ര ടൈം നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾ ഒരു വീഡിയോ ആണ്. ബാക്കി ടൈം നിങ്ങൾ CSS വേറെ ഏതാണോ നോക്കുക, പക്ഷേ ഒരു വീഡിയോയെ ജാവാസ്ക്രിപ്റ്റിന് കാണാവും. എങ്കിലേ നിങ്ങൾക്ക് കൺസിസ്റ്റൻസ് ആയിട്ട് അത് തുറന്നു കൊണ്ടുപോകാൻ പറ്റൂ. നിങ്ങൾ ഒരു ദിവസം 2 വീഡിയോ, പിറ്റേന്ന് 2 വീഡിയോ, അങ്ങനെയൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ജാവാസ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു വീഡിയോ വെച്ച് കണ്ടാൽ ഫസ്റ്റ് ഓരോ കോൺസെപ്റ്റ്സ് എന്താണെന്ന് നിങ്ങൾ നല്ല രീതിയിൽ അത് പഠിക്കും. ആ രീതി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും അത് മറക്കൂല. അതാണ് എൻ്റെ പ്രത്യേകത. നിങ്ങൾ ഒരു ദിവസം ഇപ്പോൾ കുറേ ടൈം വേസ്റ്റ് ആക്കേണ്ട. നിങ്ങൾ ആ പഠിച്ച ഒരു കോൺസെപ്റ്റ് കുറേ വട്ടം നിങ്ങൾ പല രീതിയിൽ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ലോജിക്സ് ആണ്, അത് നിങ്ങൾക്ക് പല രീതിയിൽ മാറ്റി തിരിച്ച് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ രീതി നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു മനസ്സിലാവും, ജാവാസ്ക്രിപ്റ്റിൻ്റെ കാര്യം മനസ്സിലാവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചില സ്ഥലത്ത് ലോജിക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങൾ മനസ്സിലാവും ഈ കോൺസെപ്റ്റാണ് ഓരോ സ്ഥലത്തും. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ, എന്തൊക്കെ ഇനി വന്നാലും ഒരു ദിവസം ഒരു വീഡിയോ, എത്ര ടൈം ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു വീഡിയോ. അത് കഴിഞ്ഞ് നിങ്ങൾ വേറെ എന്താണോ ചെയ്തോ ഒരു ദിവസം ഒരു വീഡിയോ കാണാവും. അപ്പോൾ 1 hour അല്ലെങ്കിൽ 25 minutes ആ ഒരു റേഞ്ചിലായിരിക്കും വീഡിയോയുടെ ലെങ്ത് പറഞ്ഞത്. അപ്പോൾ അത്രയും ടൈമുള്ള വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അതിന് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ നല്ല മീൻസ് ഒരു 2 മാസം 2 മാസമൊക്കെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ദിവസം പോലും വിടാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാത്രം 2 മാസമൊക്കെ കഴിഞ്ഞ് ആ ടൈമിനുള്ളിൽ തന്നെ ജാവാസ്ക്രിപ്റ്റ് തീരും. അടുത്ത വേറെ റിയാക്റ്റ്, Node.js ഒക്കെ വരും. അപ്പം ആ 2 മാസം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് 2 വീഡിയോ ഒക്കെ ഡെയിലി കാണാം, ടൈം ഉണ്ടെങ്കിൽ. ആ ടൈമില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു വെബ് ഡെവലപ്മെൻ്റ് ഒക്കെ പഠിക്കണമെന്നുള്ളവർക്കാണെങ്കിൽ അതേ നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ നമ്മൾ ഇപ്പോൾ 1-2 വീഡിയോ ഒക്കെ വെച്ച് കാണേണ്ടത് നിങ്ങൾക്ക് ഒരിക്കലും ഇത് പഠിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ അല്ലെങ്കിൽ സെലക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ചോദിച്ച് നിൽക്കുന്നത് മനസ്സിലാവും.
അതുപോലെ തന്നെ പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് പഠിക്കുന്ന ടൈമിൽ ഞാൻ ഇപ്പോൾ കുറച്ച് ഇഷ്യൂസ് ആണ് പറഞ്ഞത്. ഈ പഠിക്കാൻ പറഞ്ഞാൽ അവർക്ക് ബേസിക്കലി നിങ്ങൾക്ക് പറഞ്ഞ കുറച്ച് ഇഷ്യൂസ്. പിന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഇതെല്ലാം ചെയ്യണം. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാം. നോർമലി നമ്മൾ ബ്രൗസറിൽ കയറി നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാളിംഗ് എന്ന് അടിച്ചാൽ അതിൻ്റെ നിങ്ങൾക്കുള്ള ഐഡിയ വരും. നിങ്ങൾക്കുള്ള വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, മാക്കിനാണെങ്കിൽ മാക്കിനുള്ളത് വരും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യുക. അത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലും അല്ലെങ്കിൽ എപ്പോഴും പറഞ്ഞൊരു ഇഷ്യൂ ആണ്. അത് ബിഗിനേഴ്സിന് കൂടുതലും വേണം. ഇത്തിരി എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ആയവർക്കും ചില സമയത്ത് ഇത് വരാറുണ്ട്. കാരണം വെച്ചാൽ നിങ്ങളിപ്പം എങ്ങനെ HTML കഴിഞ്ഞ് CSS കഴിഞ്ഞു, ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിലോട്ട് കയറേണ്ടപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ ഒത്തിരി ബിസി ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. HTML മറന്നുപോയാൽ അത് CSS മറന്നുപോയാൽ നിങ്ങൾക്ക് ആ ലോജിക്ക് നിങ്ങൾ മറന്നു മീൻസ് മറന്നോന്നല്ല, നിങ്ങളൊരു ടെൻഷൻ വരും, ആ ഒരു പേടി വരും. മീൻസ് അയ്യോ ഞാൻ അത് മറന്നാൽ ഇത് മറന്നാൽ നിങ്ങളെ മനസ്സിൽ ആ കോൺസെപ്റ്റ് വരും. പക്ഷെ നിങ്ങൾ വിചാരിക്കും കോൺസെപ്റ്റ് ഒരു വിടുത്ത് കൊടുക്കുന്നതാ അല്ലെങ്കിൽ ബോക്സ് ഷാഡ് കൊടുക്കുന്നതാ പൊസിഷൻ അല്ലെങ്കിൽ ഫ്ലെക്സിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസ് എല്ലാം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടെൻഷൻ, അത് ചെയ്തില്ലെങ്കിൽ മറന്നു പോകുന്നു. ആ ടെൻഷൻ അത് നമുക്കല്ലോ. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കോൺസെപ്റ്റ്സാണ്, നമ്മളെല്ലാം ഇവിടെ കോൺസെപ്റ്റ്സാണ്. നിങ്ങളെ ഡിവ് നിങ്ങൾക്കറിയാം, ഡിവ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റ് നമ്മൾ പല രീതിയിൽ മാറ്റിയും തിരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഓരോ കോൺസെപ്റ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആ ടെൻഷൻ വേണ്ട. ഇനി അതും പറഞ്ഞ് അത് ഉദ്ദേശിച്ച് നിങ്ങൾ ആ ജാവാസ്ക്രിപ്റ്റും കൂടെ പഠിക്കാൻ പറ്റതാവും. മീൻസ് ആ ടെൻഷൻ വരുമ്പോൾ അപ്പം നിങ്ങൾ ഒരുമിച്ച് തന്നെ അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് HTML എല്ലാം കൂടെ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. എന്നാലും നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ ടൈമുള്ളപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെയൊക്കെ കാര്യം നിങ്ങൾ സെറ്റപ്പ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ മാറും, ചില സമയത്ത് ആ ഒരു ഇത് മാറും. കുഴപ്പമില്ല, ഇത് മറന്നിട്ടില്ലെന്ന് ആലോചിക്കും. അപ്പം നിങ്ങൾ കുറേ വട്ടം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് HTML എക്സ്പീരിയൻസ് ആവും. ജാവാസ്ക്രിപ്റ്റ് കൂടെ കൊണ്ടുപോകണം. ജാവാസ്ക്രിപ്റ്റ് നിങ്ങളൊരു ബിഗിനറിൻ്റെ കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റ് ഒക്കെ ആവുക തുടങ്ങുമ്പോൾ തന്നെ പിന്നെ നമ്മളെല്ലാം HTML CSSൻ്റെ ആവശ്യം വരും. ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് HTML CSSന് വേണ്ടിയാണ്. പക്ഷെ ആദ്യം അതിൻ്റെ കുറേ കോൺസെപ്റ്റ് പഠിക്കുന്ന ടൈമിൽ നമ്മൾ HTML CSS ഉപയോഗിക്കില്ലെങ്കിലും പിന്നീട് നമ്മൾ മൊത്തം HTML CSS ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പറഞ്ഞാൽ അതിൻ്റെ അകത്ത് HTML അകത്തായാലും ഒരു ബട്ടണിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞു HTML ഇത് ഉണ്ടാക്കി അത് സെറ്റപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ജാവാസ്ക്രിപ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു ടെൻഷനൊക്കെ വരെ അത് നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഡെയിലി ഒരു വീഡിയോ വെച്ച് കാണണം. അത് നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. മീൻസ് നിങ്ങളെ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് കൺസിസ്റ്റൻ്റ് കൊണ്ടുപോകാൻ പറ്റുക. ഒരു 90% ആൾക്കാർക്ക് അത് കൺസിസ്റ്റൻ്റ് വരില്ല. മീൻസ് നമ്മൾ വിചാരിക്കും ഇന്ന് ടൈം ഉണ്ടല്ലോ, കുറേ ഫ്രീ ആണല്ലോ, എത്ര ഫ്രീ ആണെങ്കിലും ഇനി എത്ര നിങ്ങൾ ടൈം ഉണ്ടെങ്കിലും എത്ര ഫ്രീ ആണെങ്കിലും നിങ്ങൾ ഒരു വീഡിയോ കാണാം. കാരണം വെച്ചാൽ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ പിന്നെ ബാക്കി ടൈം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് തോന്നും അയ്യോ ടൈം ഇത്രയും ഫ്രീ ആണല്ലോ, പഠിക്കാൻ. അപ്പോൾ ആ ഇതുള്ളതുകൊണ്ട് പിറ്റേ നിങ്ങൾ എന്തായാലും വീഡിയോ ആണ്. പക്ഷെ ഒരു ദിവസം തന്നെ 2-3 വീഡിയോ ആണ് ചിലപ്പോൾ തോന്നും ഇന്നലെ ആ വീഡിയോ ഉണ്ടല്ലോ, ഇന്നൊരു കുഴപ്പമില്ല, ഇന്നൊരെണ്ണം കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ആ ഒരു തോന്നൽ പിറ്റേന്നും വീണ്ടും തോന്നും. ആ ഇടയ്ക്കൊന്ന് ആ ബ്രേക്ക് ആവുന്നതിന് പ്രശ്നമാവണത്. അപ്പോൾ പതുക്കെ തുടങ്ങുക, നമുക്ക് പതുക്കെ തന്നെ പഠിച്ചു. അപ്പോൾ HTML CSS കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നമ്മളെ ജാവാസ്ക്രിപ്റ്റ് വന്ന് ഇനി എന്ത് ടെക്നോളജി വന്നാലും നിങ്ങൾ പതുക്കെ മീൻസ് ലോലി പഠിച്ചാൽ നിങ്ങൾക്ക് പയ്യെ പനയും തിന്നാൻ നടക്കാണ്. നിങ്ങൾ പതുക്കെ പഠിച്ചു പോകണം. നമുക്ക് വേറെ എപ്പോഴാണോ അങ്ങനെ മീൻസ് അതിപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അപ്പോൾ ഇത്ര മെയിൻലി ഉള്ളത്. പിന്നെ എക്സ്ട്രാ സപ്പോർട്ടൊക്കെ വേണമെന്നുള്ള ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ എടുത്തു, അതിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നമുക്ക് വേറെ ഇൻ്റർവ്യൂവിൻ്റെ ലൈവ് സെഷൻസും വേറെ എക്സ്ട്രാ നിങ്ങൾക്ക് കരിക്കുലം അല്ലാത്തവർക്ക് ഇത് നോക്കി പഠിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ ഡൗട്ടൊക്കെ വരുമ്പോൾ ഞാൻ ലൈവിൽ തന്നെ ഞാൻ ഇപ്പം പഠിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഞാനത് ക്ലിയർ ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ മെയിൻലി ഇത്രയുള്ള. പിന്നെ നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ആരംഭിക്കാം. അപ്പോൾ ഇത് മെയിൻലി നമ്മൾ അതിന് തുടക്കത്തിന് മുമ്പേ നിങ്ങൾക്ക് കുറച്ച് അഡ്വൈസ് തരാമെന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. മീൻസ് നിങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ ഡയറക്റ്റ് അങ്ങ് വീഡിയോ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ കുറേ പേര് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് തെറ്റിയും പിന്നെ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ കഴിയാതെ വരും. അപ്പോൾ എന്തായാലും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. പിന്നെ മെയിൻലി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചോണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ വരും. അത്രയുള്ള വേറെ പ്രത്യേകിച്ചൊന്നുമില്ല.